Hello everyone, welcome to our video class section. Here we are discussing the questions from the chapter reproduction in sexual reproduction in flowering plants. Okay, so the first question is persistent new cellus in the seed is known as options വായിക്കാം tegmen, chalasa, perisperm, hilum. എന്താ പറയുക persistent ആയിട്ടുള്ള ന്യൂ സെല്ലസ് എന്ന് പറഞ്ഞ പേരെന്താണ് perisperm. Persistent new cellus in the seed is known as perisperm. ഓക്കെ, tegmen എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവറിങ് ആണ് അല്ലേ. ഹൈലം എന്ന് പറയുന്നത് ആ ഓപ്പണിങ് ആ മറ്റേ നമ്മളുടെ ഹൈലം എന്ന് പറയുന്നത് എന്താണ് കോളിയോപ്റ്റയിലും കോളിയോറസൊക്കെ വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ദ മെയിൽ ഗാമേറ്റ് ഡിസ്ചാർജ് ഇൻ ദ സിനാർജിഡ്. മെയിൽ ഗാമേറ്റിന് what is the fate of the male gamete discharged in the synergy എന്ന് സംഭവിക്കുന്നു അല്ലേ. one fuses with the egg and the other fuses with the central cell nuclei. one fuses with the egg, others degenerates in the synergid. all fuses with the egg. one fuses with the egg, other fuses with synergid nucleus. എന്താ സംഭവിക്കുക one fuses with the egg ആണ് അല്ലേ. അത് അടുത്ത സംഭവിക്കുക ബാക്കി മൂന്നെണ്ണം ഇവിടെ എന്ത് ചെയ്യും സെൻട്രൽ സെൽ ന്യൂക്ലിയസ് ആയിട്ടാണ് ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് അവിടെ ട്രിപ്പിൾ ന്യൂക്ലിയസ് വരുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് ഇസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ എ ഓവ്യൂൾസ് ഡെവലപ്പ് ഇൻ ടു ദ എംബ്രയോ സാക്, ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്, സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രയോ, സെൻട്രൽ സെൽ ഡെവലപ്സ് ഇൻ ടു എൻഡോസ്പേം. അതിലേതാ ഓപ്ഷൻ വരിക നോക്കി നോക്കൂ. അതിൽ വരിക ഒവ്യൂൾസ് ഡെവലപ്പ് ഇൻ ടു എംബ്രയോ സാക്. അതാണ് എന്താ തന്നിരിക്കുന്ന ഇൻകറക്റ്റ്. ഒവ്യൂൾസ് ആണോ എംബ്രയോസാക്കായിട്ട് മാറേണ്ടത്. ഒവ്യൂളിൽ നിന്ന് എന്താ ഫോം ചെയ്യുക സീഡല്ലേ ഫോം ചെയ്യുക, എംബ്രയോസാക്കലല്ലോ ഫോം ചെയ്യുക. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് ഈസ് ഇൻകറക്റ്റ്. ക്ലിയർ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എംബ്രയോ സാക്ക് ഇൻ ആൻജിയോസ്പേം. ആൻജിയോസ്പേമിൽ കണ്ടുവരുന്ന മോസ്റ്റ് കോമൺ ടൈപ്പ് എംബ്രയോ സാക്ക് അതിൽ ഏതാണെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ് tetrasporic with 1 mitotic stage of division, monosporic with 3 sequential mitotic division, monosporic with 2 sequential mitotic division, biosporic with 2 sequential mitotic division. അപ്പോൾ അതിൽ ഏതാ വരിക നോക്കി നോക്കിയേ. മോണോസ്പോറിക് ആയിരിക്കും. മോണോസ്പോറിക് വിത്ത് 3 സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻ. സാധാരണ മോസ്റ്റ് കോമൺ ടൈപ്പ് എംബ്രിയോസാക്ക് നടക്കുന്നത് നമുക്കറിയാം. എംബ്രിയോസാക്കിൽ ആ ഡിവിഷൻ 2, 4, 8 അങ്ങനെ സ്റ്റേജ് വരണ്ടേ. അങ്ങനെ 8 സെൽ സ്റ്റേജ് വരില്ലേ. അപ്പോൾ എന്താ മോണോസ്പോറിക് വിത്ത് 3 സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻ. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് പോളിനേഷൻ ടേക്സ് പ്ലേസ് ഇൻ വാലിസ്നേറിയ. വാലിസ്നേറിയ നടക്കുന്ന എന്താ പറയുക പോളിനേഷൻ ഏത് ടൈപ്പാണെന്ന്. ഓക്കെ, വാലിസ്നേറിയ എവിടെ കാണുക വെള്ളത്തിൽ കാണുന്നതല്ലേ. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം അതിൻ്റെ ഓപ്ഷൻസ്. പോളിനേഷൻ ഒക്കേഴ്സ് ഇൻ സബ്മർജ്ഡ് കണ്ടീഷൻ ബൈ വാട്ടർ, ഫ്ലവേഴ്സ് എമർജ് above the surface of water and pollination occurs by insects. Flowers emerge above water surface and pollen is carried by wind. Male flowers are carried by water currents to female flowers at surface of water. അല്ലേ, മെയിൽ ഫ്ലവേഴ്സിനെ എന്ത് ചെയ്യും വാട്ടർ കറൻസ് ആണ് എന്ത് ചെയ്ത് ആ മെയിൽ കറൻസിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. വാട്ടർ കറൻറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് വൺ. ക്ലിയർ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 6th ക്വസ്റ്റ്യൻ ആണ്. In which one of the following both autogamy and geitonogamy are prevented? ഗെയ്റ്റിനോഗമി അതുപോലെ തന്നെ ഓട്ടോഗമിയും പ്രിവെന്റ് ആയിരിക്കുന്നത് ഏതിലാണെന്ന്. കാസ്റ്റർ പ്ലാന്റിലാണ്. കാസ്റ്ററിലാണ് എന്ത് ഗെയ്റ്റിനോഗമി അതുപോലെ തന്നെ ഗെയ്റ്റിനോഗമിയും അതുപോലെ തന്നെ എന്താണ് ഓട്ടോഗമിയൊക്കെ പ്രിവെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് പ്രൂവ്ഡ് ഹെൽപ്ഫുൾ ഇൻ പ്രിസർവിങ് പൊള്ളൻ ആസ് എ ഫോസിൽസ്. പൊള്ളനെ ഫോസിൽസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യേണ്ടത് ഏതാണ്? സ്പോറോ പൊള്ളനിൻ. ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആൻസർ. മറ്റ് പൊള്ളൻ കിറ്റി ഓയിൽ കണ്ടോ എന്നല്ല, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് സ്പോറോ പൊള്ളനിൻ. ഓക്കെ, 8th വൺ വിങ്ഡ് പൊള്ളൻ ഗ്രെയിൻസ് ആർ പ്രസന്റ് ഇൻ. അപ്പോൾ നമുക്ക് വിങ്ഡ് പൊള്ളൻ ഗ്രെയിൻസ് വരണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? അവിടെ അതിൻ്റെ അത് പറയുന്നത് വിൻഡ് വഴിയായിരിക്കണം അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കണം? മസ്റ്റാർഡ്, മാംഗോ, സൈക്കസ്, പൈനസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് പൈനസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പൈനസ്. ഓക്കെ, അടുത്ത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രാവശ്യം ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ നോക്കി നോക്കിയാൽ ഫ്യൂഷൻ ഓഫ് 2 മെയിൽ ഗാമേറ്റ് ഓഫ് എ പൊള്ളൻ ട്യൂബ് വിത്ത് 2 ഡിഫറെൻറ്റ് എഗ്സ്, ഫ്യൂഷൻ ഓഫ് 1 മെയിൽ ഗാമേറ്റ് വിത്ത് 2 പോളാർ ന്യൂക്ലിയൈ,
Then fusion of 2 male gamete with 1 egg, syngamy and triple fusion. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? സിംഗമി അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ്? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ എന്താ സംഭവിക്കുക? സിംഗമി അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത എന്താ? ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ ആൻജിയോസ്പേം ഡെവലപ്സ് ഇൻ ടു. ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ ആൻജിയോസ്പേം ഡെവലപ്സ് ഇൻ ടു ഏതാ വരിക? എൻഡോസ്പേം, എംബ്രയോസാക്ക്, എംബ്രയോ, ഒവ്യൂൾ അല്ലേ? ഫങ്ഷണൽ മെഗാസ്പോർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ടാണ് മാറുക? എംബ്രയോസാക്ക് ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അട്രാക്റ്റൻസ് ആൻഡ് റിവാർഡ്സ് ആർ റിക്വയർഡ് ഫോർ. എന്തിനാണ് അട്രാക്റ്റൻസും റിവാർഡ്സും ഒക്കെ വേണ്ടത്? ആകർഷിക്കേണ്ടേ പോളിനേഷൻ സമയത്ത്? അത് ഏതാണ്? എൻഡമോഫില്ലി, ഹൈഡ്രോഫില്ലി, ക്ലീസ്റ്റോഗമി, അനിമോഫില്ലി. അത് ഏതാ സഹായിക്കുക? ഹൈഡ്രോ പറഞ്ഞ വാട്ടർ, നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ ഹൈഡ്രോ വാട്ടർ അല്ലേ? അപ്പോൾ എൻഡമോഫില്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസെക്ട്സ് ആണ് അവിടെ അല്ലേ? അപ്പോൾ ആ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യിക്കണം. ആ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് അവിടെ എന്തെടുക്കുന്നത്? ആ ചെടികൾക്കൊക്കെ പ്രത്യേകം മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിന് നെക്ടറിൻ്റെ ഗുണം അതൊക്കെ ആയിരിക്കും എന്താ? ഇൻസെക്ട്സിനെ ആകർഷിക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണ് പറയുന്നത് എന്ത്? അതിൻ്റെ എൻഡമോഫിലി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി വേറെ എന്തായിരുന്നു അതിൽ? കുഴപ്പമില്ലല്ലോ, ബാക്കിയുള്ളത് നമുക്ക് അറിയാവുന്നതല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ നമുക്ക്? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫ്ലവേഴ്സ് which have single ovule in the ovary and are packed into inflorescence are usually pollinated by bee ആണോ, wind ആണോ, bat ആണോ, water ആണോ? Flowers which have a single ovule in the ovary and are packed into inflorescence അല്ലേ? ഇൻഫ്ലോറസെൻസ് ആയിട്ട് അങ്ങനെ പാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പോളിനേഷൻ നടക്കുന്നത് ഇതിലായിരിക്കും? വിൻഡ് വഴിയായിരിക്കും നടക്കുന്നുണ്ടാവുക. ഒരു ഗ്രൂപ്പായിട്ടല്ലേ പൊട്ടിപ്പോവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് വിൻഡ് വഴിയായിരിക്കും അതിൻ്റെ പോളിനേഷൻ നടക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a dioecious flowering plant prevents. a dioecious ആണെങ്കിൽ flowering plants prevents both. എന്തൊക്കെയാണ് ഓപ്ഷൻസ് വായിക്കാം? ഓട്ടോഗമി ആൻഡ് ഗേറ്റ്നോഗമി, ഗേറ്റ്നോഗമി ആൻഡ് സീനോഗമി, ക്ലീസ്റ്റോഗമി ആൻഡ് സീനോഗമി, ഓട്ടോഗമി ആൻഡ് സീനോഗമി. അപ്പോൾ എന്തായിരുന്നു? ഗേറ്റ്നോഗമി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther of a flower to the stigma of the another flower of same plant. സെയിം പ്ലാന്റിൻ്റെ തന്നെ ഒരു സ്റ്റിഗ്മയിൽ നിന്ന് അടുത്ത ഫ്ലവറിൻ്റെ ആന്തറിലേക്ക്. സീനോ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലേ? ഇനി ക്ലീസ്റ്റോഗാമസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ക്ലീസ്റ്റോഗാമസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവറിൻ്റെ ആ ഫ്ലവർ ഓപ്പൺ ആവാതിരിക്കുക. ചില ഫ്ലവർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, പക്ഷേ ചില ഫ്ലവർ ഓപ്പൺ ആവാതിരിക്കില്ല. അങ്ങനെ ഓപ്പൺ ആവുന്ന ഫ്ലവറാണ് എന്താ? ക്യാസ്മോഗാമസും. ഓപ്പൺ ആവാത്തതാണ് എന്ത് പറയുന്നത്? ക്ലീസ്റ്റോഗാമസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡയോഷ്യസ് ഫ്ലവറിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുക? പ്രിവെന്റ്. അവിടെ ഡയോഷ്യസ് അല്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കും? പ്ലാന്റ് പ്രിവെന്റ്സ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗേറ്റ്നോഗമി. ദ പ്ലാന്റ് പ്രിവെന്റ്സ് ബോത്ത് ഓട്ടോഗമി ആൻഡ് എന്താണ്? ഗേറ്റ്നോഗമി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അത് കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സിബിറ്റഡ് ബൈ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഉള്ളത് ആർക്കാണെന്നൊക്കെ ചോദിച്ചേക്കണേ. ആൽഗെ, ഫംഗൈ, ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ്. നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഫീച്ചറാണ്? ആൻജിയോസ്പേമിൻ്റെ ഫീച്ചറാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേംസ് എന്ത് സംഭവിക്കും ചോദിച്ചേക്കണേ. എഗ് ഹാസ് എ ഫിലിഫോം അപ്പാരറ്റസ്. there are numerous antipodal cells. Reduction division occurs in megaspore mother cell. A small central cell is present in the embryo sac. എന്താ സംഭവിക്കുക അവിടെ? മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേംസ് സംഭവിക്കും. റിഡക്ഷൻ ഡിവിഷൻ occurs in the megaspore mother cell അല്ലേ? അവിടെ നടക്കുന്ന എന്താ? മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കാം. അടുത്ത് pollination in water hyacinth and water lily is brought about by the agency of അല്ലേ? അവിടെ പോളിനേഷൻ നടക്കണമെങ്കിൽ അവിടെ ഏത് ഏജൻസി വഴിയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? വാട്ടർ, ഇൻസെക്ട്സ് ഓർ വിൻഡ്, ഇനി ബേർഡ്സ്, ബാറ്റ്സ്. വാട്ടർ ഹയാസിന്തും വാട്ടർ ലില്ലിയൊക്കെ ആകുമ്പോൾ നമുക്ക് വാട്ടർ എന്ന മീഡിയം തോന്നും, പക്ഷെ അവിടെ അത് നടക്കുന്നത് അങ്ങനെയല്ല. അവിടെ എന്താ നടക്കുന്നത്? ഇൻസെക്ട്സ് വഴിയാണ് അവിടെ പോളിനേഷൻ നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിൾ പഠിച്ചത് വാലിസ്നേറിയാണ്. ഹൈഡ്രോഫിലിക്ക് നമ്മൾ പഠിച്ച എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? വാലിസ്നേറിയ. ഓക്കെ, ഇനി the ovule of an angiosperm
technically equivalent to the ovule of an angiosperm is technically എന്തിന് equivalent ആയിരിക്കും? ovule എന്ന് പറയുന്നത് മെഗാസ്പോറാഞ്ചിയം, മെഗാസ്പോറോഫിൽ, മെഗാസ്പോർ മദർ സെൽ, മെഗാസ്പോർ. ഏതായിരിക്കും? മെഗാസ്പോറാഞ്ചിയം അല്ലേ? ഒരു ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പെർമിന്റെ ഒവ്യൂൾ എന്ന് പറയുന്നത് അതെന്തായിരിക്കും? മെഗാസ്പോറാഞ്ചിയമാണ് കറക്റ്റ് ആൻസർ വരിക. The coconut water from tender coconut represents the coconut water from the tender water represents എന്താണത്? ഫ്രീ ന്യൂക്ലിയർ പ്രോ എംബ്രയോ, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം, എൻഡോകാർപ്പ്, ഫ്ലഷി മീസോകാർപ്പ്. എന്താ വരിക? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ഓക്കെ, കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദ കോക്കനട്ട് അത് പറഞ്ഞില്ലേ? ദ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അത് ചോദിച്ചേക്കണേ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ അല്ലെ? അതിന് ശരിയല്ലാത്തത് അതിൽ ഏതാണ് ചോദിച്ചേക്കണേ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ നല്ലോണം ഓപ്ഷൻസ് വായിച്ചു നോക്കണം. ഓക്കെ, കൺഫ്യൂസിങ് അല്ലെങ്കിൽ ടിച്ചിങ് ആയിട്ടുള്ള ഒരുപാടുണ്ടായിരിക്കും. പൊള്ളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് കോസ് സിവിയർ അലർജീസ്, അത് ശരിയല്ലേ? ഓക്കെ. സ്റ്റോർഡ് പൊള്ളൻ ഇൻ ലിക്വിഡ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാം. Tapetum helps in the dehiscence of anther. Exine of pollen grain is made up of sporopollenin. അപ്പോൾ അതിൽ ഏതായിരിക്കും? ടെപ്പീറ്റം ആണോ? ടെപ്പീറ്റം എന്ന് പറഞ്ഞ പോർഷനാണോ അതിൻ്റെ എന്തിനു സഹായിക്കുന്നത്? ഗാമേറ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഗാമേറ്റിൻ്റെ എന്താ പറയുക ഡെഹിസൻസിന് സഹായിക്കുന്നത് ടെപ്പീറ്റം എന്ന പോർഷനാണോ? അല്ല, ടെപ്പീറ്റം എന്ന പോർഷൻ്റെ ഫംഗ്ഷൻ എന്താ? ടെപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ന്യൂട്രീഷൻ നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? എപ്പിഡെർമിസും എൻഡോത്തീഷ്യക്കാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഡെഹിസൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ അതായത് സി എന്നാണ് ഓപ്ഷൻ, അതിൽ റോങ് ഓപ്ഷൻ. ഇനി സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ്. അവിടെ എന്ത് സംഭവിക്കുക? അപ്പോൾ എന്ത് പ്രോസസ്സ് നടക്കുകയെന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, അപ്പോമിക്സിസ്, ബഡ്ഡിംഗ്, സ്പോറിലേഷൻ. സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആ പ്രോസസ്സിന്റെ പേരെന്താ? അപ്പോമിക്സിസ്. അപ്പോമിക്സിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? തന്നതിലെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് അതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. Pollen germination and pollen tube growth are regulated by chemical components of pollen interacting with those of the pistil. Some reptiles have also been reported as pollinators in some plant species. Pollen grains of many species can germinate on the stigma of a flower, but only one pollen tube of the same species grows into the style. Okay, ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? അതിലത്തെ insects that consume pollen or nectar without bringing about pollination are called pollen or nectar robbers. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി നോക്കുക നമുക്ക് ഏതാണ് അതിലെ വിച്ച് ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് അല്ലാത്ത ഏതാണ്? ആ സി എന്നാണ് ഓപ്ഷൻ അല്ലേ? pollen grains of many species can germinate on the stigma of flower but only one pollen tube of the same species grows into the style. അങ്ങനെയല്ലല്ലോ വരിക. pollen grains of many species can germinate on the stigma of the flower. ഒരുപാട് പൊള്ളൻ ട്യൂബ്സ് പൊള്ളൻ ഗ്രെയിൻസ് അവിടെ എത്തുമോ? അതേ സ്പീഷീസിന്റെ പൊള്ളൻ ഗ്രെയിൻസും അധികം എത്തുണ്ടായിരിക്കാം അല്ലേ? അപ്പം ആ വരുന്നതൊക്കെ എന്ത് ചെയ്യാം? പൊള്ളൻ ട്യൂബൊക്കെ ഫോം ചെയ്യുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22. Proximal end of the filament of stamen is attached to the proximal end of the filament of a stamen is attached to the proximal end അവിടെ അറ്റാച്ച് ചെയ്യാം. തലാമസ് പോർഷനിലാണ് ടച്ച് ചെയ്യുക അല്ലേ? തലാമസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് തലാമസ് എന്ന് പറയുന്നത് കേട്ടോ. ഫിലിഫോം അപ്പാരറ്റസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എന്തിൻ്റെയാണ്? എലിറോൺ സെല്ലാണോ, സിനർജിറ്റ്സ് ആണോ, ജനറേറ്റീവ് സെല്ലാണോ, ന്യൂക്ലിയർ സെൽ എംബ്രയോ ആണോ? സിനർജിറ്റ്സിന്റെ അല്ലേ? ഫിലിഫോം അപ്പാരറ്റസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സിനർജിറ്റ്സ്. നെക്സ്റ്റ് വൺ, ഇൻ ആൻജിയോസ്പേം മൈക്രോസ്പോറോജെൻസിസ് ആൻഡ് മെഗാസ്പോറോജെൻസിസ്. ആൻജിയോസ്പേമിന്റെ കേസിൽ അവിടെ നടക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ മിയോസിസ് ആണോ? ഒക്കർ ഓവ്യൂൾ ഒക്കർ ഇൻ ദ ആന്തർ ഫോം ഗാമേറ്റ്സ് വിത്തൗട്ട് ഫർദർ ഡിവിഷൻ. അവിടെ നടക്കുക ഇൻവോൾവ് മിയോസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ ഇൻ. യൂണിസെക്ഷൽ ഫ്ലവർ കാണുന്നത് ചൈന റോസ്, ഓണിയൻ, പീ, കുക്കുംബർ. ഏതാ അതിലെ? ചൈന റോസ് ഒക്കെ എന്താണ്? അതിലൊക്കെ ഹിബിസ്കസ് പറയുന്നതല്ലേ? അതിലെന്താണ്? ഡബിൾ യൂണിസെക്ഷൽ ഡൈസെക്ഷൽ ആണ് അല്ലേ? അപ്പോൾ നടക്കുന്നത് ഏതാ? കുക്കുംബർ. കോക്കനട്ട് വാട്ടർ ഫ്രം ദ ടെൻഡർ കോക്കനട്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത്? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which one of the following fruits are parthenocarpic? Without fertilization fruits ആണ് പാർത്തനോജൻസിസ് തരുന്നത്. അതിൽ പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ട് ഏതാന്ന്? ജാക്ക് ഫ്രൂട്ട്, ബനാന, ബ്രിഞ്ചാള്, ആപ്പിള്. ഏതാ വരിക അതിലെ? ബനാന. ഓക്കെ. മെയിൽ ഗാമറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പെർം പ്രൊഡ്യൂസേഴ്സ്. മെയിൽ ഗാമറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പെർം പ്രൊഡ്യൂസേഴ്സ് എന്താ പ്രൊഡ്യൂസ് ചെയ്യാവുന്നത്? സിംഗിൾ സ്പെർം ആൻഡ് 2 വെജിറ്റേറ്റീവ് സെൽസ്, 3 sperms, 2 sperms and vegetative cell, single sperm and vegetative cell. എന്താ ഫോം ചെയ്യുക അവിടെ? 2 sperms and a vegetative cell. Okay. Next question. Which of the following are the important floral rewards to the animal pollinators? Animal pollinatorsനുള്ള ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറയുന്നത് ഏതാണ്? Floral fragrance and calcium crystals, protein pellicle and stigmatic exudates, color and large size of flower, nectar and pollen grains. ഏതാ വരിക അവിടെ? റിവാർഡ് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ? അതേതാണ്? നെക്ടർ ആൻഡ് pollen grains. Okay. Which one of the following may require pollinators but is genetically similar to autogamy? ഓക്കെ. പോളിനേറ്റേഴ്സ് സിമിലർ ആവുക, പക്ഷെ എന്താണ്? ജനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമി ആണ്. ബട്ട് പോളിനേറ്റേഴ്സിന് ആവശ്യമുണ്ട്. അതിലേതാ വരിക? അപ്പം അപ്പോഗമി, ക്ലിസ്റ്റോഗമി, ഗേറ്റ്നോഗമി, സിനോഗമി. ഗേറ്റ്നോഗമി എന്ന് പറഞ്ഞാൽ എന്താ? സെയിം പ്ലാന്റിൽ തന്നെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് അല്ലേ? അപ്പോൾ നടക്കുന്ന പോളിനേറ്റർ ആവശ്യമാണ്. ഓക്കെ. ഗേറ്റ്നോഗമി ഇസ് ദ കറക്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? തന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാ ചോദിച്ചേക്കണം കേട്ടോ. തന്നിരിക്കുന്നത് എന്താണ്? ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ ഫ്ലൈസ് and bats secrete foul odor to attract them. Honey is made by bees by digesting pollen collected from flowers. Pollen grains are rich in nutrients and they are used in the form of tablets and syrups. Okay. അപ്പോൾ ഞാൻ ഇത് നമുക്കറിയാം. ഈ വായിച്ച ഓപ്ഷൻ നമുക്കറിയാം എന്താണെന്ന്. അതിൽ വായിച്ച ഓപ്ഷൻ നിന്നും ക്ലിയർ ആണ് എന്ത്? ഹണി ഈസ് മെയ്ഡ് ബൈ ബീസ് ബൈ ഡൈജസ്റ്റിംഗ് പൊള്ളൻ കളക്റ്റഡ് ഫ്രം ഫ്ലവേഴ്സ്. ഓക്കെ. അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? അതാണ് അതിൻ്റെ നമ്മുടെ ഓപ്ഷൻ കേട്ടോ. ഹണി ഈസ് മെയ്ഡ് ബൈ ബീസ് ബൈ ഡൈജസ്റ്റിംഗ് പൊള്ളൻ കളക്റ്റഡ് ഫ്രം ഫ്ലവേഴ്സ്. ഇനി ദ ഹൈലം ഈസ് എ സ്കാർ ഓൺ ദ. ഹൈലം എന്ന് പറയുന്നത് ദ സ്കാർ ഓൺ ദ ഫ്രൂട്ട്. ഓപ്ഷൻ വായിക്കാം. ഫ്രൂട്ട് വെർസ്റ്റൈൽ വാസ് പ്രസൻറ്റ്, സീഡ് വെർ മൈക്രോപൈൽ വാസ് പ്രസൻറ്റ്, സീഡ് വെർ ദ ഫ്യൂണിക്കിൾ വാസ് അറ്റാച്ച്ഡ്, ഫ്രൂട്ട് വെർ ഇറ്റ് വാസ് അറ്റാച്ച്ഡ് ടു പെഡിസൽ. ഏതാ വരിക അപ്പോൾ? സീഡ് വേർ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ് എന്ത് കാണുന്നത്? ഹൈലം എന്ന് പറയുന്നത്. ഓക്കെ. ദ ട്രാൻസ്മിഷൻ ടിഷ്യൂ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ട്രാൻസ്മിഷൻ ടിഷ്യൂ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡ്രൈ സ്റ്റിഗ്മ, വെറ്റ് സ്റ്റിഗ്മ, ഹോളോ സ്റ്റൈൽ, സോളിഡ് സ്റ്റൈൽ. സോളിഡ് സ്റ്റൈലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എന്ത്? ട്രാൻസ്മിഷൻ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following shows isogamy with non-flagellated gametes? Isogamy ഷോൺ ചെയ്യുന്നത് ഇതിൽ ഏതാണെന്ന്? സർഗാസം, എക്ടോകാർപ്പസ്, യൂളോത്രിക്സ്, സ്പൈറോഗൈറ. അതിലെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷോസ് ഐസോഗമി വിത്ത് നോൺ ഫ്ലജലേറ്റഡ് ഗാമേറ്റ്സ് ഷോൺ ചെയ്യുന്നത് ഏതാണ്? നമ്മളുടെ സ്പൈറോഗൈറയാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ. അടുത്ത എന്താണ്? ഗേറ്റ്നോഗമി. ഓക്കെ. അപ്പോൾ നമ്മൾ ഗേറ്റ്നോഗമി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ നമ്മളിത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. പൊള്ളൻ ടാബ്ലറ്റ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ. പൊള്ളൻ ടാബ്ലറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സപ്ലിമെൻറ്റിങ് ഫുഡാണ് എന്ത്? പൊള്ളൻ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്താ പറയുക, ഹോഴ്സ് റേസസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് എന്താണ്? ഗൈഡ് ദ എൻട്രി ഓഫ് പൊള്ളൻ ട്യൂബ്. പൊള്ളൻ ട്യൂബിൻ്റെ ആ എൻട്രീനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നോൺ ആൽബുമിനസ് സീഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ. അതിലേതാ നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നത് ഏതാണ്? മെയ്സ് ആണോ, കാസ്റ്റർ ആണോ, വീറ്റ് ആണോ? പി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി മിയോസിസ് ടേക്സ് പ്ലേസ്. മിയോസിസ് നടക്കുന്നത് എവിടെയാണ്? ഗെമ്യൂള്, മെഗാസ്പോറ്, മിയോസൈറ്റ്, കൊണീഡിയ. എവിടെയായിരിക്കും മിയോസിസ് നടക്കുന്നതായിരിക്കും? മിയോസിസ് ടേക്സ് പ്ലേസ് ഇൻ മിയോസൈറ്റ്. മിയോസിസ് ടേക്ക് പ്ലേസ് ഇൻ മിയോസൈറ്റ്സിലാണ് മിയോസിസ് എന്ന പ്രോസസ്സ് നടക്കുക. സീഡ് കോട്ട് ഈസ് നോട്ട് തിൻ മെംബ്രേനിയസ് ഇൻ. സീഡ് കോട്ട് തിന്നല്ല, പകരം എങ്ങനെയാണ്? മെംബ്രേനിയസ് ആവുക. അത് ആർക്കാണെന്ന് കേട്ടോ? ഗ്രൗണ്ട് നട്ട്, ഗ്രാമ്, മെയ്സ്, കോക്കനട്ട്. അപ്പോൾ അതിലെ കറക്റ്റ് വേണമെന്ന് പറയുന്നത് കോക്കനട്ടിനാണ് എന്ത്? സീഡ് കോട്ട് എന്ന് പറയുന്നത്. സീഡ് കോട്ട് പറയുന്നത് തിന്നല്ല, പക്ഷെ മെംബ്രേനിയസ് ആയുള്ളത് കോക്കനട്ടിനാണ്. ഓക്കെ. പെരിസ്പേം ഡിഫേഴ്സ് ഫ്രം എൻഡോസ്പേം. പെരിസ്പേമും എൻഡോസ്പേമും ഫ്രൂട്ട് ഫോർമേഷൻ വേർഡ്സ് ആണ് അല്ലേ? അത് എങ്ങനെയാണ് ഡിഫറൻസ് ആവണേ എന്നുള്ളത്. പെരിസ്പേം ഡിഫർ ഫ്രം ദ
എൻഡോസ്പേമിൻ എങ്ങനെ ഡിഫറൻസ് ആയിട്ടായിരിക്കുന്നത് ഡിപ്ലോയിഡ് ടിഷ്യൂ അല്ലേ പെരിസ്പേം എന്തായിരിക്കും ഡിപ്ലോയിഡ് ടിഷ്യൂ പെരിസ്പേം ഡിഫർ ഫ്രം ദ എൻഡോസ്പേം ബൈ ഹാവിങ് എന്താ നമ്മൾ പറഞ്ഞത് അതിനൊരു എന്ത് ടിഷ്യൂ ഉണ്ടായിരിക്കും ഡിപ്ലോയിഡ് ടിഷ്യൂ ഓക്കെ പെരിസ്പേം എന്താ ആ ന്യൂസെല്ലസ് ആ സീഡിലെ ആ ന്യൂസെല്ലസ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പെർസിസ്റ്റ് ചെയ്യുന്ന ന്യൂസെല്ലസ് സ്ട്രക്ചർ ഉണ്ട് ഇല്ലേ ആ പെർസിസ്റ്റ് ചെയ്യുന്ന ന്യൂസെല്ലസ് സ്ട്രക്ചറിന് പറഞ്ഞ പേര് എന്താന്ന് പറയുന്നത് പെരിസ്പേം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പെരിസ്പേമും എൻഡോസ്പേമും നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ബീയിങ് എ ഡിപ്ലോയിഡ് ടിഷ്യൂ ആണ് ഓക്കെ ദ അഡ്വാൻറ്റേജ് ഓഫ് ക്ലിസ്റ്റോഗമി ഈസ് ക്ലിസ്റ്റോഗമിയുടെ അഡ്വാൻറ്റേജ് എന്താണ് അവിടെ ക്ലിസ്റ്റോഗമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആവുന്നില്ല ഫ്ലവർ അല്ലെ അപ്പൊ അവിടെ എന്തിന്റെ ആവശ്യമില്ല വിവിപാരി ആണോ ഹയർ ജനറ്റിക് വേരിയബിലിറ്റി മോർ വിഗ്രസ് ഓഫ്സ്പ്രിങ്സ് നോ ഡിപ്പെൻഡൻസ് ഓഫ് പോളിനേറ്റേഴ്സ് അവിടെ എന്തിന്റെ ആവശ്യമില്ല അവിടെ പോളിനേറ്റേഴ്സിന്റെ ആവശ്യമുണ്ടോ ഇല്ല കാരണം എന്താ ഫ്ലവർ എപ്പോഴും അടഞ്ഞാണ് കിടക്കുന്നത് ഇനി മെഗാസ്പോറാഞ്ചിയം ഈസ് ഈക്വാലൻ ടു മെഗാസ്പോറാഞ്ചിയം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വാലന്റ് ആണ് മെഗാസ്പോറാഞ്ചിയം ഈസ് ഈക്വാലൻ ടു എന്താണ് ന്യൂസെല്ലസ് മെഗാസ്പോറാഞ്ചിയം ഈസ് ഈക്വാലൻ ടു ന്യൂസെല്ലസ് ഓക്കെ ഇനി which one of the following statement is correct ചോദിച്ചങ്ങനെ കേട്ടോ തന്നതിൽ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എൻഡോത്തീഷ്യം പ്രൊഡ്യൂസേഴ്സ് എ മൈക്രോസ്പോർ ടെപ്പിറ്റം nourishes the developing pollen hard outer layer of pollen is called intine sporogenous tissue is haploid ഏതാ വരിക ടെപ്പിറ്റം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടെപ്പിറ്റം എന്ന് പറയുന്നത് നറിഷ്മെന്റ് കൊടുക്കുന്നതാണ് animal vectors are required for the pollination in Melisneria mulberry കുക്കുംബർ മേസ് ഏതിനാ വേണ്ടതില് മാലിസിനെ നമുക്ക് അറിയാം വാട്ടർ ഹൈഡ്രോഫിലിയ എന്ന് അല്ലെ കുക്കുംബറിനാണ് എന്ത് വേണ്ടത് അനിമൽ പോളിനേറ്റേഴ്സ് ആവശ്യമായിട്ടുള്ളത് അനിമൽ പോളിനേറ്റേഴ്സ് ആവശ്യമായിട്ടുള്ളത് ആർക്കാണ് നമ്മളുടെ കുക്കുംബറിന് അനിമൽ പോളിനേറ്റേഴ്സ് ആണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ആൽബുമിനസ് സീഡ്സ് സ്റ്റോർ റിസർവ് ഫുഡ് മെയിൻലി ഇൻ ആൽബുമിനസ് സീഡ്സ് അവിടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് മെയിൻ ആയിട്ടും എവിടെയാണെന്നത് നമുക്കറിയാം ആൽബുമിനസ് സീഡ് ആണെങ്കിൽ അവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എൻഡോസ്പേമിലാണ് ഓക്കെ ഇനി മെഗാസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ മെഗാസ്പോർ മദർ സെൽ ആഫ്റ്റർ എന്താണ് മൈറ്റോട്ടിക് ഡിവിഷൻ ഫോർമേഷൻ ഓഫ് ദ തിക്ക് വോൾ ഡിഫറൻഷിയേഷൻ മിയോട്ടിക് ഡിവിഷൻ അവിടെ ഏതാ വരിക അവിടെ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർസ് ഫോം ചെയ്യുക അപ്പൊ അവിടെ നടക്കുക എന്താ മിയോട്ടിക് ഡിവിഷൻ ടേക്സ് പ്ലേസ് ഓൺ ദ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് തന്നതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിൽ ഏതാണെന്ന് അല്ലെ നോക്കിയോ ഓപ്ഷൻ ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗാമസ് സിനോഗമി occurs only by wind pollination Casmogamous flowers do not open at all. Geitonogamy and involves the pollen and stigma of flowers of different plants. അല്ലേ അപ്പൊ എന്താ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗാമസ് ക്ലിസ്റ്റോഗാമസ് എന്ന് പറഞ്ഞ ഫ്ലവർ എപ്പോഴും എന്തായിരിക്കും ഓട്ടോഗാമസ് ആയിരിക്കും ഓട്ടോഗാമസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്താ സെൽഫ് പോളിനേഷൻ ആണ് എന്ത് ഓട്ടോഗാമസ് എന്ന വാക്കിന്റെ അർത്ഥം സെൽഫ് പോളിനേഷൻ ആണ് എന്ത് ഓട്ടോഗാമസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോ ഇനി റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അതാ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗെയ്റ്റനോഗമി ആർ പ്രിവെന്റഡ് നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു ആ ക്വസ്റ്റ്യന്റെ അതുപോലെ തന്നെ നേരത്തെ വായിച്ചായിരുന്നു അല്ലെ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രിവെന്റ് ചെയ്തിരിക്കുന്നത് അത് ഏതിലാണെന്നുള്ളത് അല്ലെ both autogamy and geitonogamy are prevented in the papaya plant അല്ലേ പപ്പായ പ്ലാന്റിലെ ഒറ്റതുണ്ടായിരിക്കുമല്ലോ മെയിൽ പപ്പായ അല്ലെങ്കിൽ ഫീമെയിൽ പപ്പായ അപ്പൊ അതിൽ both autogamy and geitonogamy are prevented in ഇതിലാണ് പപ്പായ പ്ലാന്റിലാണ് പ്രിവെന്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ an organic substance that can withstand environmental extreme and cannot be degraded by an enzyme അതേതാ ഡീഗ്രേഡ് ചെയ്യാത്തത് ക്യൂട്ടിക്കിൾ ആണോ സ്പോറോപൊള്ളനിൻ ആണോ ലിഗ്നിൻ ആണോ സെല്ലുലോസ് ആണോ ഏതാണ് ഫോസിൽസ് നടക്കുന്ന നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്താണ് സ്പോറോപൊള്ളനിൻ അല്ലെ പൊള്ളൻ ഗ്രെയിൻസിനെ ആ ഫോസിൽ രൂപത്തിലാണ് സംരക്ഷിക്കുന്നത് അതെന്താണ് സ്പോറോപൊള്ളനിൻ ആണ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റിംഗ് ഏജന്റ്സ് സീഡ് സെറ്റിംഗ് ഈസ് എഷ്യൂർഡ് ഇൻ കമലീന സോസ്ട്ര സാൽവിയ ഫിഗ് ഇതിൽ ഏതിലാണ് നാം സംഭവിക്കുക എന്ത് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റിംഗ് ഏജന്റ്സ് സീഡ് സെറ്റിംഗ് ഈസ് എഷ്യൂർഡ് ഇൻ കമലീന ഓക്കെ ഇനി അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ലീവ് ചെയ്യാം നോക്കി വിൻഡ് പോളിനേഷൻ കോമൺ വിൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളത് ഏതിലാണ് വിൻഡ് പോളിനേഷൻ ഇസ് കോമൺ എന്ന് പറയുന്നത് ഗ്രാസസിലെ വിൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത് കോമൺ ആണ് ഓക്കെ ഇൻ ആൻജിയോസ്പേം ദ ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്സ് ഇൻ ടു ആൻജിയോസ്പേമിന്റെ കേസിൽ ദ ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്സ് ഇൻ ടു എന്താണ് എംബ്രിയോ സാക്ക് ആണ് വാട്ട് ഈസ് ദ കോമൺ ബിറ്റ്വീൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് അപ്പോമിക്സിസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആയാലും അപ്പോമിക്സിസ് ആയാലും അതിന്റെ കോമൺ എന്ന് പറയുന്നത് എന്താണ് കോമൺ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ് ബോത്ത് പ്രൊഡ്യൂസ് പ്രോജനി ഐഡന്റിക്കൽ ടു ദ പാരന്റ് അല്ലെ
അപ്പോമിക് സിസ്റ്റം സമയത്ത് അവിടെ നടക്കുന്നില്ല, സെക്ഷൽ റിപ്രൊഡക്ഷൻ പോലെയാണ് നടക്കുന്നത് അല്ല. അപ്പോൾ രണ്ടും എന്ത് സംഭവിക്കുന്നത്, അവിടെ പ്രോജനി ഉണ്ടാവുന്നുണ്ട്, ഐഡന്റിക്കൽ ടു ദ പാരന്റ് ആയിട്ടാണ് അവിടെ പ്രോജനി എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇനി അപ്പോമിക്റ്റിക് എംബ്രിയോസ് ഇൻ സിട്രസ് അറൈസ് ഫ്രം, അപ്പോമിക്റ്റിക് ആയിട്ടുള്ള എംബ്രിയോസ് ഇൻ സിട്രസ് അറൈസ് ചെയ്ത് വരുന്നത് എവിടെയാണ്, സിനർജിസ് എന്നാണോ, മെറ്റേണൽ സ്പോറോഫൈറ്റിക് ടിഷ്യൂ ഇൻ ഓവ്യൂൾ, ആന്റിപോഡൽ ഒവ്യൂൾ എന്നാണോ, ആന്റിപോഡൽ സെൽസ് എന്നാണോ, ഡിപ്ലോയിഡ് എഗ് എന്നാണോ, അവിടെ ഏതെന്ന ഫോം ശരിയാ, അത് മെറ്റേണൽ സ്പോറോഫൈറ്റിക് ടിഷ്യൂ, ഒവ്യൂളിന്റെ അകത്തുള്ള മെറ്റേണൽ സ്പോറോഫൈറ്റിക് ടിഷ്യൂവിൽ നിന്നാണ് ഫോം ചെയ്യുക. ഇനി ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ദ anther to stigma ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്, അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് അല്ലെ, അതേതാ പറയുന്നത്, ഗേറ്റ്നോഗമി. സിനോഗമിയാണ് വേറെ വരുന്നത് കേട്ടോ. കാരിയോഗമി എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ കാര്യമാണ് കേട്ടോ. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ, വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എങ്ങനെയായിരിക്കണം നമുക്കറിയാം, സ്മോൾ ആയിരിക്കണം, പ്രൊഡ്യൂസിങ് ലാർജ് നമ്പർ ഓഫ് ഡ്രൈ pollen grains ആയിരിക്കണം. ഓക്കെ, ഡ്രൈ pollen grains അതായിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഐ തിങ്ക് ഓൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്. താങ്ക് യു.